ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 2017 റിലീസായ സാത്താൻ സ്ലേവ് എന്ന സിനിമയെക്കുറിച്ചാണ്. ഈ സിനിമയുടെ വളരെ എന്തെന്നാൽ ഒരു കുടുംബത്തിൻ്റെ ഗ്രഹനാഥന് തൻ്റെ കഷ്ടപ്പാട് കൊണ്ട് സാത്താനെ പൂജിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നു. അതുമൂലം അവർക്ക് സ്വത്തും സൗഭാഗ്യങ്ങളെല്ലാം ലഭിക്കുന്നു. എന്നാൽ കുറേ വർഷങ്ങൾക്ക് ശേഷം സാത്താൻ ഇതെല്ലാം തിരിച്ചെടുക്കുകയാണ്. അതിന് കാരണം അന്വേഷിക്കുമ്പോൾ സാത്താൻ ഈ സൗഭാഗ്യങ്ങളെല്ലാം കൊടുക്കുന്നതിന് മുമ്പ് ഒരു നിബന്ധന വെച്ചിരുന്നു. അവസാനമായി കുടുംബത്തിന് സാത്താൻ്റെ നിബന്ധന നിറവേറ്റാൻ കഴിഞ്ഞു എന്ന് പറയുന്ന സിനിമയാണ് 2017 റിലീസായ സാത്താൻ സ്ലേവ്. അപ്പോൾ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വീഡിയോയിലേക്ക് പോവാം. മൈ നെയിം ഇസ് VC ആൻഡ് യു ആർ വാച്ചിങ്. സിനിമ തുടങ്ങുന്ന സ്റ്റാർട്ടിങ് സീനിൽ തന്നെ ഒരു വയസ്സായ ലേഡി ബെഡിൽ കിടന്നുകൊണ്ട് തന്നെ എന്തോ പിറുപുറത്ത് മണിയടിക്കുന്നതാണ് കാണിക്കുന്നത്. ആ സീൻ അവിടെ കട്ടായി അടുത്ത ഹീറോയിനെ കാണിക്കുന്നു. ഇപ്പോൾ കാണിച്ച വയസ്സായ ലേഡിയുടെ മകളാണ് ഹീറോയിൻ. ആ വയസ്സായ ലേഡി പണ്ട് കാലത്ത് ഒരു സിംഗറായിരുന്നു. പക്ഷേ ഇപ്പോൾ സുഖമില്ലാതെ കിടപ്പ് തന്നെ കിടക്കുകയാണ്. ആ ലേഡി പണ്ട് കുറേ പാട്ടെല്ലാം പാടി ഹിറ്റായിട്ടുണ്ട്. അതിൻ്റെ റോയാലിറ്റി കളക്ട് ചെയ്യാനാണ് ഹീറോയിൻ വന്നിരിക്കുന്നത്. നിൻ്റെ അമ്മയുടെ പാട്ട് പഴയ പോലെ ഇപ്പോൾ ആരും വാങ്ങുന്നില്ല, ഇതാണ് അവസാനത്തെ റോയാലിറ്റി, കുറച്ച് പണമേ ഇതിലുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കവർ അയാൾ കൊടുക്കുന്നു. നീ കോളേജിൽ പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ പോകുന്നില്ല, എൻ്റെ അനിയന്മാരെ ഞാൻ തന്നെ നോക്കണം എന്ന് ഹീറോയിൻ പറയുന്നു. എന്നിട്ട് അത് മേടിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. വീടിരിക്കുന്നത് സിറ്റിയിൽ നിന്ന് കുറേ ദൂരെ ഒരു ഗ്രാമത്തിലാണുള്ളത്. വീടിനടുത്തൊരു ശ്മശാനമുണ്ട്. ആ വഴിയിലൂടെയാണ് ഹീറോയിൻ വീട്ടിലേക്ക് പോകുന്നത്. ഹീറോയിൻ്റെ വീട്ടിൽ ഹീറോയിനും 3 അനിയന്മാരുമാണുള്ളത്. ഇളയ അനിയന് മാത്രം സംസാരശേഷിയും കേൾവിശക്തിയുമില്ല. മാത്രമല്ല അമ്മ കിടപ്പിലാണ്. പിന്നെ ഒരു മുത്തശ്ശി കൂടിയുണ്ട്. അവർക്ക് നടക്കാൻ കഴിയില്ല, വീൽ ചെയറിലാണ് കാലം കഴിച്ചു കൂട്ടുന്നത്. അങ്ങനെ ഹീറോയിൻ തൻ്റെ അച്ഛൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. ഞാൻ അമ്മയുടെ റോയാലിറ്റി കളക്ട് ചെയ്യാൻ പോയിരുന്നു, ഇതാണ് അവസാനത്തെ റോയാലിറ്റി. നമ്മൾക്കിപ്പോൾ പണത്തിന് നല്ല ബുദ്ധിമുട്ടിലാണുള്ളത്. നമുക്ക് ഈ വീട് വിറ്റാലോ? വീടൊന്നും വിൽക്കാൻ പറ്റില്ല, ഇത് നമ്മുടെ വീടല്ല, മുത്തശ്ശിയുടെ വീടാണ്, ഇത് വിൽക്കാൻ നമുക്ക് അവകാശമില്ല എന്ന് ഹീറോയിൻ്റെ അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതേസമയം ഒരു മണിയടിക്കുന്ന സൗണ്ട് കേൾക്കുന്നു. നിൻ്റെ അമ്മ വിളിക്കുന്നു, പോയി നോക്ക് എന്ന് അച്ഛൻ പറയുന്നു. അവരുടെ അമ്മയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഒരു മണി കയ്യിൽ കൊടുത്തിരിക്കുകയാണ്, ആവശ്യമുള്ളപ്പോൾ വിളിക്കാൻ വേണ്ടി. എന്നിട്ട് ഹീറോയിൻ മുകളിലേക്ക് പോയി നോക്കുന്നു. എന്താ അമ്മേ, കഴിക്കാൻ എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കുമ്പോൾ അമ്മ ഒന്നും വേണ്ടാത്ത രീതിയിൽ കിടക്കുകയാണ്. പെട്ടെന്ന് മണിയെടുത്തടിക്കുന്നു. മുകളിലേക്ക് നോക്കി എന്തോ കണ്ട് ഭയക്കുകയാണ്. ഹീറോയിൻ മുകളിലേക്ക് നോക്കുമ്പോൾ അവിടെയൊന്നുമില്ല. പെട്ടെന്ന് മണി മേടിച്ച് എന്താ പറ്റിയ അമ്മയ്ക്ക് എന്ന് ചോദിക്കുമ്പോൾ അവർക്കൊന്നും സംസാരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഹീറോയിനൊന്നും മനസ്സിലാകുന്നില്ല. ഹീറോയിൻ അമ്മ എന്തെങ്കിലും ഓർത്തിട്ടായിരിക്കും എന്ന് വിചാരിച്ച് അമ്മയെ സമാധാനമാക്കിയിട്ട് അവിടുന്ന് പോകുന്നു. എന്നിട്ട് ഹീറോയിൻ പാചകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവസാനത്തെ അനിയൻ വന്ന് എന്തോ ചോദിക്കുന്നു. അതിന് ഹീറോയിൻ സൈൻ ലാംഗ്വേജിൽ മറുപടി കൊടുക്കുകയാണ്. അതേസമയം ഹീറോയിൻ്റെ ഫസ്റ്റ് അനിയൻ ടോണി വീട്ടിലേക്ക് വരുന്നു. എന്നിട്ട് ഹീറോയിനോട് ചോദിക്കുന്നു, അമ്മയ്ക്ക് എങ്ങനെയുണ്ട്, മുടിയെല്ലാം ചെയ്യി വിട്ടോ? അതെല്ലാം നിൻ്റെ ജോലിയല്ലേ, നീ പോയി നോക്ക് എന്ന് ഹീറോയിൻ പറയുന്നു. അനിയൻ പോയി അമ്മയുടെ അടുത്ത് സംസാരിക്കുന്നു. പക്ഷേ അമ്മയ്ക്ക് ഒരു റെസ്പോൺസുമില്ല. അങ്ങനെ അമ്മയുടെ മുടി ചെയ്യിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വളരെയധികം മുടി കൊഴിയുന്നു. എന്താ അമ്മേ, മുടി കൂടുതൽ കൊഴിയുകയാണോ? ഞാൻ എന്തെങ്കിലും മരുന്ന് മേടിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുറകിലത്തെ ജനൽ പടപട അടിക്കുന്നു. അവൻ പോയി ജനാലടച്ച ശേഷം അമ്മയെ നോക്കുമ്പോൾ അമ്മ എന്തിനെയോ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന പോലെ കാണുന്നു. അമ്മയ്ക്ക് സുഖമില്ലാത്തതുകൊണ്ടായിരിക്കും എന്ന് കരുതി അവൻ അവിടുന്ന് പോവുകയാണ്. അതിനുശേഷം അമ്മയുടെ റൂമിൽ ആരോ സംസാരിക്കുന്നത് പോലെ കേട്ട് ഹീറോയിൻ പോയി നോക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ്റെ അച്ഛനാണ് അമ്മയോട് സംസാരിക്കുന്നത്. അച്ഛൻ അമ്മയുടെ അടുത്ത് എന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്താ പറയുന്നതെന്ന് ഹീറോയിന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഹീറോയിൻ വരുന്ന കണ്ട് അച്ഛൻ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. എന്നിട്ട് ഹീറോയിൻ പോയി ഉറങ്ങാൻ കിടക്കുന്നു. അപ്പോൾ അമ്മ ബെല്ലടിക്കുന്ന സൗണ്ട് കേൾക്കുന്ന പോലെ ഹീറോയിൻ തോന്നുന്നു. ഹീറോയിൻ പതുക്കെ നടന്ന് അമ്മയുടെ റൂമിലേക്ക് പോകുന്നു. രാത്രി സമയത്ത് സാധാരണ അമ്മ ബെല്ലടിക്കാറല്ലോ എന്ന് വിചാരിച്ച് പോയി നോക്കുമ്പോൾ അമ്മ ജനാലിൻ്റെ അടുത്ത് എണീച്ച് നിൽക്കുകയാണ്. അമ്മയ്ക്ക് എണീറ്റ് നിൽക്കാൻ കഴിയുമോ എന്ന് ചോദിച്ച് അമ്മയുടെ തോളത്ത് കൈവയ്ക്കാൻ പോകുമ്പോൾ കട്ടിലിൽ നിന്ന് ബെല്ലടിക്കുന്ന സൗണ്ട് കേൾക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ അമ്മ കട്ടിലിൽ കിടന്ന് ബെല്ലടിക്കുകയാണ്. അപ്പോൾ അമ്മ കൈ ചൂണ്ടി ഒച്ച വയ്ക്കുന്നു. ഹീറോയിൻ തിരിഞ്ഞു നോക്കുമ്പോൾ അത് അമ്മയല്ല, അതൊരു പ്രേതമായിരുന്നു. പെട്ടെന്ന് ഹീറോയിൻ എണീറ്റ് നോക്കുമ്പോൾ അതെല്ലാം ഒരു സ്വപ്നമായിരുന്നു. ഇപ്പോൾ ഹീറോയിന് ശരിക്കും അമ്മ ബെല്ലടിക്കുന്ന സൗണ്ട് കേൾക്കുകയാണ്. ഹീറോയിൻ കുറച്ച് പേടിച്ച് പയ്യെ അമ്മയുടെ റൂമിലേക്ക് നടന്നു പോയി നോക്കുമ്പോൾ അമ്മ ശരിക്കും എണീറ്റ് നിൽക്കുകയാണ്. അമ്മയ്ക്ക് ശരിക്കും എണീറ്റ് നിൽക്കാൻ കഴിയുമോ എന്ന് ചോദിച്ച് കട്ടിലിലേക്ക് നോക്കുമ്പോൾ കട്ടിലിൽ ആരുമില്ല, അമ്മ തന്നെയാണ് എണീറ്റ് നിൽക്കുന്നത്. അപ്പോൾ അമ്മ തിരിഞ്ഞു നോക്കി വാ ശരിക്കും തുറന്ന രീതിയിൽ നിലത്തേക്ക് വീഴുന്നു. അമ്മയെ എന്ന് ഹീറോയിൻ നിലവിളിക്കുകയാണ്. അപ്പോൾ അച്ഛനെല്ലാം വന്ന് നോക്കുമ്പോൾ അമ്മ മരിച്ചുപോയി എന്ന് പറയുന്നു. അതേസമയം എല്ലാവരും നിലവിളിച്ച് കരയുന്നു. പിറ്റേ ദിവസം തന്നെ അമ്മയെ അടക്കം ചെയ്യുകയാണ്. അടക്കം ചെയ്യാൻ അടുത്ത വീട്ടിലെ ഉസ്താദാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ആ ഉസ്താദ് അച്ഛൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ട് നടന്നു പോകുന്നു. നിങ്ങളെ പള്ളിയിലേക്ക് കാണാറില്ലോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ നിസ്കരിക്കാൻ വരാറില്ല എന്ന് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഉസ്താദിൻ്റെ മകൻ ഹീറോയിൻ്റെ അടുത്ത് വന്ന് ഹീറോയിനോട് സംസാരിക്കുന്നു. കുട്ടിയോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, ഇപ്പോൾ സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുറച്ച് വിഷമത്തിലാണ്, പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എല്ലാവരും പോവുകയാണ്. അന്ന് രാത്രി ഹീറോയിൻ്റെ അച്ഛൻ മക്കളെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഹീറോയിനോടും ഫസ്റ്റ് അനിയനോടും നമുക്കിപ്പോൾ പണത്തിൻ്റെ ഞെരുക്കം കൂടുതലാണ്, ഞാൻ പുറത്തെ നാട്ടിൽ പോയി പണമുണ്ടാക്കാം എന്ന് കരുതുകയാണ്, നിങ്ങൾ ഇനി വീടും അനിയന്മാരെയെല്ലാം നോക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഹീറോയിൻ അച്ഛനിപ്പോൾ പോകണ്ട എന്ന് പറയുമ്പോൾ ഞാൻ പോകാതെ വേറെ വഴിയില്ല എന്ന് പറഞ്ഞ് അച്ഛൻ അവിടുന്ന് പോവുകയാണ്.
അത് കഴിഞ്ഞ് രാത്രി ഹീറോയിൻ്റെ ആദ്യത്തെ അനിയനായ ടോണി ഉറങ്ങുന്നതിന് മുമ്പായി റേഡിയോ എടുത്ത് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവൻ്റെ അമ്മയുടെ ബെല്ലടിക്കുന്ന സൗണ്ട് കേൾക്കുന്നു. റേഡിയോ ഓഫ് ചെയ്തിട്ട് നോക്കുമ്പോഴും ബെല്ലടിക്കുന്ന സൗണ്ട് കേൾക്കുകയാണ്. എന്നിട്ട് അവൻ ലൈറ്റ് ഓണാക്കി അവൻ്റെ അമ്മയുടെ മുറിയിലേക്ക് വാതിൽ തുറന്ന് നോക്കുമ്പോൾ ആ ബെല്ല് മാത്രം മുകളിൽ നിന്ന് അടിച്ചുകൊണ്ട് നിലത്തേക്ക് വീഴുന്നു. അവനത് കണ്ട് പേടിച്ച് മുറിയിലേക്ക് ഓടി പുതച്ച് കിടന്നുറങ്ങുന്നു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ടോണി ആറ്റടുത്ത് ഈ കാര്യം പറയുന്നില്ല, എല്ലാവരും പേടിക്കുമെന്ന് വിചാരിച്ച്. എന്നിട്ട് അവൻ്റെ ഒരു കളിപ്പാട്ടം വെച്ചിട്ടുണ്ട്, അത് അവൻ്റെ അനിയന് കൊടുത്തിട്ട് അവൻ കോളേജിലേക്ക് പോകുന്നു. അതേസമയം ഹീറോയിൻ വെള്ളമെടുക്കാൻ വേണ്ടി വീടിൻ്റെ അകത്തെ കിണറ്റിലേക്ക് പോകുകയാണ്. എന്നിട്ട് കിണറ്റിൽ നിന്ന് വെള്ളമെടുത്തിട്ട് പാത്രത്തിലേക്ക് ഒഴിക്കുന്നു. അതേസമയം പുറകിലാരോ ഉള്ളതുപോലെയുണ്ട്, പക്ഷേ തിരിഞ്ഞു നോക്കുമ്പോൾ ആരുമില്ല. എന്നിട്ട് വെള്ളം എടുത്തുകൊണ്ട് പോകാൻ നോക്കുമ്പോൾ എന്തോ ഡിസ്റ്റർബൻസ് പോലെ ഹീറോയിൻ തോന്നുന്നു. ആരോ ഫോളോ ചെയ്യുന്ന പോലെയും പുറകിലാരോ നിൽക്കുന്ന പോലെയെല്ലാം. പക്ഷേ ഹീറോയിൻ അത് വലുതായി മൈൻഡ് ചെയ്യുന്നില്ല. എന്തെന്നാൽ അമ്മ മരിച്ചതിൻ്റെ ദുഃഖത്തിലിരിക്കുന്നതുകൊണ്ട് തോന്നുന്നാവും എന്ന് വിചാരിച്ച് ഹീറോയിൻ അവിടെ നിന്ന് വെള്ളമെടുത്തിട്ട് പോവുകയാണ്. അതേസമയം ഹീറോയിൻ്റെ രണ്ടാമത്തെ അനിയൻ ടോണി കൊടുത്തിട്ട് പോയ കളിപ്പാട്ടം എടുത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ കളിപ്പാട്ടം കണ്ണിൽ വെച്ച് ഫോട്ടോസെല്ലാം സ്ക്രോൾ ചെയ്ത് നോക്കുന്ന പോലെ ഒരു ടോയാണ്. അവനത് വെച്ച് ഫോട്ടോസെല്ലാം സ്ക്രോൾ ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു ഡെവിൾ വന്ന് അവൻ്റെ മുമ്പിൽ നിൽക്കുന്ന പോലെ തോന്നി. അവൻ പേടിച്ചത് നിലത്തേക്ക് ഇടുന്നു. എന്നിട്ട് പിന്നെ എടുത്ത് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല, എനിക്ക് തോന്നിയതാവും എന്ന് വിചാരിച്ച് അവൻ പിന്നെയും ഫോട്ടോസ് നോക്കുകയാണ്. അത് കഴിഞ്ഞ് അവരുടെ മുത്തശ്ശി ആ വീൽ ചെയർ ഓടിച്ചു വന്ന് ഇളയ അനിയനെ കെട്ടിപ്പിടിച്ച് കരയുകയാണ്. ഇത് കാണുമ്പോൾ മുത്തശ്ശിക്ക് എന്തോ വിഷയം മനസ്സിലായിട്ടുണ്ട്, പക്ഷേ പറയാൻ പറ്റാത്ത വിധം ആരോ തടയുന്ന പോലെ നമുക്ക് കാണിക്കുന്നു. ആ സീനോടെ കട്ടായി ടോണിയെ കാണിക്കുകയാണ്. അവൻ രാത്രി ആ റേഡിയോ ഇട്ട് തിരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവൻ ആ ബെല്ലടിക്കുന്ന സൗണ്ട് കേൾക്കുകയാണ്. റേഡിയോ ഓഫ് ചെയ്തിട്ട് നോക്കുമ്പോൾ കേൾക്കുന്നില്ല. അപ്പോൾ അവൻ്റെ അമ്മയ്ക്ക് അവൻ നേരത്തെ മുടി ചീകി വിട്ടിരുന്നല്ലോ, അതുപോലെ അവൻ്റെ അമ്മ അടുത്ത് കിടന്ന് മുടി ചീകി വിടാൻ പറയുന്ന പോലെ അവനെ ഇരുട്ടിൽ കാണുന്നു. ടോണി അപ്പോൾ തന്നെ നിലത്തേക്ക് വീണ് ലൈറ്റ് ഇട്ട് നോക്കുമ്പോൾ കട്ടിലിൽ ആരുമില്ല. ചീപ്പ് മാത്രം എൻ്റെ കയ്യിൽ വന്നു എന്നവൻ പേടിച്ച് ദേഹമെല്ലാം ഐസായി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സീനവിടെ കട്ടായി ഹീറോയിൻ്റെ രണ്ടാമത്തെ അനുജന്മാർ മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂത്രം ഒഴിച്ചു കഴിഞ്ഞ് ഇളയനിയെ മാത്രം അവിടുന്ന് പെട്ടെന്ന് തിരിച്ചു പോകുന്നു. തിരിച്ചുപോയി റൂമിൽ അവൻ എന്തോ ഒന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് നോക്കുന്നത് എന്ന് മൂത്ത അനിയൻ ചോദിക്കുന്നു. അവിടെ എന്തോ ഉണ്ടെന്ന് അവൻ പറയുന്നു. എൻ്റെ കണ്ണിലൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞ് ഒരു പുതപ്പെടുത്ത് കൊണ്ടുവന്ന് അവൻ അവിടേക്ക് വീശി എറിയുന്നു. അപ്പോൾ പുതപ്പിൻ്റെ അകത്ത് ഒരു മനുഷ്യൻ നിന്നാൽ എങ്ങനെ ഉണ്ടാകും, അതുപോലെ പുതപ്പ് നിൽക്കുകയാണ്. അവനപ്പോൾ പതുക്കെ നടന്ന് ചേച്ചിയെ എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ട് ഓടുന്നു. അപ്പോൾ ഹീറോയിൻ ഓടി വന്ന അനിയന്മാരെ കെട്ടിപ്പിടിച്ച് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറയുകയാണ്. ഹീറോയിൻ അപ്പോൾ അവരെ സമാധാനിപ്പിക്കുന്നു. ആ സീൻ അവിടെ കട്ടായി. പിറ്റേ ദിവസം ടോണി ആ മണിയെടുത്ത് കൊണ്ടുവന്ന് അമ്മയെ അടക്കം ചെയ്തിരിക്കുന്ന സ്ഥലത്ത് വന്ന് ഞങ്ങൾക്കിത് ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവിടെ അത് കുഴിച്ചിടുന്നു. അതേസമയം ആ ഉസ്താദിൻ്റെ മകൻ ഹീറോയിനെ കണ്ട് സംസാരിക്കുകയാണ്. നിങ്ങൾ ആ വീട്ടിൽ താമസിക്കുന്നത് ശരിയല്ല, ആ വീട്ടിൽ എന്തോ വിചിത്രമായി നടക്കുന്നുണ്ട്. അന്ന് നിൻ്റെ അമ്മയെ അടക്കം ചെയ്യുമ്പോൾ തന്നെ നിൻ്റെ അമ്മയെപ്പോലുള്ള ഒരു രൂപം നിൻ്റെ വീടിൻ്റെ ജനാലയിൽ എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന പോലെ ഞാൻ കണ്ടു. അതാണ് അന്ന് ഞാൻ നിൻ്റെ അടുത്ത് പറയാൻ വന്നത്. അതുമാത്രമല്ല, നിൻ്റെ വീടിൻ്റെ ജനാലയുടെ അടുത്ത് ഞാൻ 2-3 പ്രാവശ്യം അത് കണ്ടിട്ടുണ്ട്. എനിക്കതിലൊന്നും വിശ്വാസമില്ല. ഞങ്ങൾ ആ വീട്ടിൽ നിന്ന് താമസമൊന്നും പറയാൻ പോകുന്നില്ല എന്ന് ഹീറോയിൻ പറയുന്നു. അതേസമയം ആ വീട്ടിൽ അവരുടെ മുത്തശ്ശി വീൽ ചെയറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വീൽ ചെയർ അനങ്ങുന്നില്ല. ആ മുത്തശ്ശി വീൽ ചെയറിൽ നടിക്കാൻ നോക്കുന്ന സമയം തന്നെ ആ സീൻ അവിടെ കട്ടാകുന്നു. അപ്പോൾ ഹീറോയിൻ വീട്ടിൽ വന്ന് നോക്കുന്നു, മുത്തശ്ശിയെ കാണുന്നില്ല. എന്നിട്ട് മുത്തശ്ശി എവിടെയാണെന്ന് എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം ഹീറോയിൻ്റെ രണ്ടാമത്തെ അനിയൻ കിണറ്റിൻ്റെ അടുത്ത് പോയി ചേച്ചി എന്ന് ഉറക്കെ വിളിക്കുന്നു. അപ്പോൾ ഹീറോയിൻ പോയി നോക്കുമ്പോൾ മുത്തശ്ശിയുടെ ബോഡി കിണറ്റിൽ പൊങ്ങിക്കിടക്കുകയാണ്. എന്നിട്ട് മുത്തശ്ശിയെ അവിടെ നിന്നെടുത്ത് അടക്കം ചെയ്യുന്നു. മുത്തശ്ശി കാൽ തെന്നി വീണതാക്കും എന്നെല്ലാവരും വിചാരിച്ചിരിക്കുകയാണ്. അതേസമയം ഹീറോയിൻ്റെ രണ്ടാമത്തെ അനിയൻ മുത്തശ്ശി മരിച്ചു കിടക്കുന്നത് കണ്ട കാരണം പനി പിടിച്ച് കിടക്കുകയാണ്. അപ്പോൾ ഹീറോയിൻ പോയി റൂം ക്ലീൻ ചെയ്യുമ്പോൾ മരിച്ചുപോയ മുത്തശ്ശി ആർക്ക് എഴുതിയിരിക്കുന്ന ലെറ്റർ ഹീറോയിന് കിട്ടുന്നു. ആ ലെറ്റർ ചെയ്തിരിക്കുന്നത് വേറെ ഏതോ ലാംഗ്വേജ് ആയതുകൊണ്ട് ഹീറോയിന് മനസ്സിലാകുന്നില്ല. അപ്പോൾ ആ ഉസ്താദിൻ്റെ മകനെ കൂട്ടിക്കൊണ്ട് ഹീറോയിൻ ആ ലെറ്ററിലുള്ള അഡ്രസ്സിലേക്ക് പോവുകയാണ്. ആ ലെറ്ററിൽ ബോഗിമായി എന്ന് എഴുതിയിട്ടുണ്ട്. അയാളുടെ അടുത്ത് ലെറ്റർ കൊണ്ടുപോയി കൊടുത്തിട്ട് ഈ ലെറ്ററിൽ എന്താ എഴുതിയിട്ടുള്ളതെന്ന് ഞങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നില്ല, നിങ്ങൾക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ, ഇത് നിങ്ങൾക്കാണ് എഴുതിയിട്ടുള്ളത് എന്ന് ചോദിക്കുന്നു. അതൊന്നും പറഞ്ഞു തരാൻ പറ്റില്ല, വേറൊരാളുടെ ലെറ്റർ വായിക്കാൻ നിങ്ങൾക്ക് മാനേഴ്സ് ഇല്ലേ എന്ന് അയാൾ ചോദിക്കുന്നു. അപ്പോൾ ഹീറോയിൻ എൻ്റെ വീട്ടിൽ വിചിത്രമായ കുറച്ച് കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞ് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. അപ്പോൾ അയാൾ വിളിച്ചുകൊണ്ട് കുറേ കാര്യങ്ങൾ പറയുകയാണ്. നിൻ്റെ അച്ഛൻ സ്വന്തം ഇഷ്ടപ്രകാരമാണ് നിൻ്റെ അമ്മയെ കല്യാണം കഴിച്ചത്. നിൻ്റെ മുത്തശ്ശിക്ക് ആ കല്യാണത്തിൽ ഇഷ്ടമല്ലായിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് കുറച്ച് വർഷങ്ങളായി നിൻ്റെ അമ്മയ്ക്ക് കുട്ടികൾ ഉണ്ടാകുന്നില്ലായിരുന്നു. അതുകൊണ്ട് നിൻ്റെ അമ്മയും മുത്തശ്ശിയും എപ്പോഴും വഴക്കിലായിരുന്നു. അവർ തമ്മിൽ മാനസികമായി അകന്നായിരുന്നു നിന്നിരുന്നത്. ഞങ്ങളിതുവരെ അവർ സ്നേഹത്തിലായിട്ടാണല്ലോ കണ്ടിട്ടുള്ളത് എന്ന് ഹീറോയിൻ പറയുന്നു. അത് നിങ്ങൾ ജനിച്ചതിന് ശേഷമായിരിക്കും. നിൻ്റെ അമ്മയും അച്ഛനും ചെയ്ത് തെറ്റെന്നാൽ കുട്ടികൾ വേണം എന്ന് ദൈവത്തിൻ്റെ അടുത്ത് ചോദിക്കുന്നതിന് പകരം സാത്താൻ്റെ അടുത്താണ് ചോദിച്ചത്. അതാണ് പ്രശ്നം. ഈ ബുക്കിൽ ഞാൻ എല്ലാം എഴുതിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും എനിക്ക് തുറന്നു പറയാൻ പറ്റിയില്ല. ഈ ബുക്കിൽ എഴുതിയിട്ടുള്ളത് എല്ലാം വായിച്ച് മനസ്സിലാക്കിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ആരോ ഇവിടെ വരുന്നു. ബോഗിമാനെ അന്വേഷിച്ചാണ് അയാൾ വരുന്നത്. അപ്പോൾ അയാൾ നിങ്ങൾ ഇവിടുന്ന് പോയിക്കോളൂ, ഈ ബുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ ബുക്ക് മുഴുവൻ നിങ്ങൾ വായിക്കണം എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയക്കുകയാണ്. ആ സീനോടെ കട്ടാകുന്നു. അതിനുശേഷം ടോണി അവിടെ 2 അനുജന്മാരെ ഉറക്കാൻ കിടത്തിയതിനു ശേഷം അവിടുന്ന് പോകുന്നു.
അപ്പോൾ കുറച്ചു സമയം പോയതിനു ശേഷം രണ്ടാമത്തെ അനുജൻ ഉറക്കത്തിൽ ശരീരമെല്ലാം വിറച്ചുകൊണ്ട് ഞാൻ എൻ്റെ അനുജനെ കൊല്ലുകയില്ല, ഒരിക്കലും ചെയ്യില്ല, എനിക്ക് എൻ്റെ അനുജന് വളരെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇളയ അനുജനാണെങ്കിൽ ഇത് കണ്ട് പേടിച്ച് പുതുപ്പെടുത്ത് മൂടിക്കിടക്കുകയാണ്. പെട്ടെന്ന് അവൻ എണീറ്റ് നോക്കുമ്പോൾ രണ്ടാമത്തെ ചേട്ടൻ അവൻ്റെ അടുത്ത് വന്ന് നിൽക്കുകയാണ്. അനിയൻ നോക്കുന്നത് കണ്ട് അവൻ തിരിച്ചു പോയി കിടക്കുന്നു. കുറച്ച് സമയത്തിന് ശേഷം ഇളയ അനുജൻ ബാത്റൂമിൽ പോകണം എന്ന് കരുതി ബെഡിൽ നിന്ന് എണീറ്റ് പോവുകയാണ്. ആ കിണറുള്ള റൂമിൻ്റെ അടുത്തെത്തി വാതിലിൻ്റെ സാക്ഷി അവൻ പതിയെ തുറക്കുന്നു. പെട്ടെന്ന് ഉള്ളിൽ നിന്ന് എന്തോ ചാടി വരുന്നു. അവനത് കണ്ടെന്ന് പേടിച്ച് തിരിച്ചോടുകയാണ്. ഒരു സ്ഥലത്തെത്തുമ്പോൾ അവൻ്റെ ഡ്രസ്സ് എവിടെ കൊടുക്കുന്നു. അവൻ നിലവിളിക്കാൻ നോക്കുകയാണ്. പക്ഷേ അവന് സംസാര ശേഷിയില്ലാത്തതുകൊണ്ട് ഒച്ച വയ്ക്കാൻ പറ്റുന്നില്ല. 2 കൈകൾ മാത്രം വാതിൽ തുറന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ആ സീൻ കട്ടാകുന്നു. അത് കഴിഞ്ഞ് നേരം വെളുക്കുന്നു. ഹീറോയിൻ അനിയനെ അന്വേഷിച്ച് നടക്കുകയാണ്. പക്ഷേ എവിടെയും അവനെ കാണുന്നില്ല. അവസാനം പുറത്തു പോയി നോക്കുമ്പോൾ ഒരു മരത്തിൻ്റെ പെട്ടിയുണ്ട്. ആ പെട്ടിയിൽ നിന്ന് എന്തോ സൗണ്ട് വരുന്നത് കണ്ട് തുറന്നു നോക്കുമ്പോൾ അനിയൻ അതിലാണുള്ളത്. ഹീറോയിൻ അവനെ വിളിച്ചു നോക്കുന്നു. പക്ഷെ അവൻ എണീക്കുന്നില്ല. അവന് ശരിയായിട്ട് ചെവിയും കേൾക്കില്ലല്ലോ. അതുകൊണ്ട് അവൻ്റെ ശരീരമെല്ലാം ഇളക്കി നോക്കുമ്പോൾ അവൻ എണീക്കുന്നു. എന്നിട്ട് ഹീറോയിൻ എന്താണ് പറ്റിയതെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടോണി അവിടേക്ക് വരികയാണ്. എന്നിട്ട് ഈ ബുക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ നടന്നതെല്ലാം പറയുന്നു. ബോഗിമാനെ കണ്ട കാര്യമല്ല. ഈ പുസ്തകം വായിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് ഹീറോയിൻ പറയുന്നു. ഈ പുസ്തകത്തിൽ എന്താ ഉള്ളതെന്നാൽ സാത്താനെ പൂജിക്കുന്ന പെണ്ണുങ്ങളെല്ലാം സാത്താൻ മൂലമാണ് കുട്ടികൾ ഉണ്ടാകുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന കുട്ടികളിൽ അവസാനത്തെ കുട്ടിയെ മാത്രം 7 വയസ്സാകുമ്പോൾ സാത്താനെ തന്നെ കുടുംബം സോമനസാലെ കൊടുത്തിരിക്കണം എന്നാണ്. പക്ഷേ ഹീറോയിൻ അതൊന്നും വിശ്വസിക്കുന്നില്ല. അതേസമയം ഇളയ അനുജൻ എനിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോൾ ഹീറോയിൻ അവന് ഭക്ഷണം കൊടുക്കുവാൻ കൊണ്ടുപോകുന്നു. അവന് ഭക്ഷണം കൊടുക്കാൻ കൊണ്ടുപോകുമ്പോൾ മുത്തശ്ശിയുടെ വീൽചെയർ തനിയെ വന്ന് അവിടെ നിൽക്കുന്നു. മുത്തശ്ശി വീൽചെയറിൽ ഇരുന്ന് നോക്കും പോലെ ഹീറോയിൻ കണ്ണാടിയിൽ കാണുന്നു. അപ്പോൾ തന്നെ ഹീറോയിൻ അടുത്ത വീട്ടിലുള്ള ഉസ്താദിനെ വീട്ടിലേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് നടന്ന വിഷയങ്ങളെല്ലാം പറയുമ്പോൾ മരിച്ചുപോയവർ ഒരിക്കലും തിരിച്ചു വരികയില്ല, അവരെ കൊണ്ട് നമുക്ക് യാതൊരു പ്രശ്നങ്ങളും ഉണ്ടായില്ല, ചില ദുഷ്ടശക്തികളെ കൊണ്ടാണ് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുക, നിങ്ങൾ ദിവസവും ദൈവത്തോട് പ്രാർത്ഥിക്കുക, എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് ഉസ്താദ് അവിടുന്ന് പോകുന്നു. അത് കേട്ട് അന്ന് രാത്രി തന്നെ മുഖമെല്ലാം കഴുകി ഹീറോയിൻ പ്രാർത്ഥിക്കാൻ റെഡിയാവുകയാണ്. അതേസമയം ഹീറോയിൻ മുഖം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ എന്തോ ഉള്ളതുപോലെ തോന്നുന്നു. അവിടെയൊന്നുമില്ല എന്ന് തനിയെ പറഞ്ഞ് ഹീറോയിൻ ഭയം അടിക്കുക ഒന്നുകൂടി മുഖം കഴുകി നോക്കുമ്പോൾ അവിടെയൊന്നും കാണുന്നില്ല. എന്നിട്ട് ഹീറോയിൻ പ്രാർത്ഥിക്കാനിരിക്കുകയാണ്. പ്രാർത്ഥിച്ച് തുടങ്ങുമ്പോൾ തൊട്ടടുത്ത് എന്തോ സൗണ്ട് കേൾക്കുന്നു. ഹീറോയിൻ പതിയെ നോക്കുമ്പോൾ അവിടെ ഒരു പ്രേതം നിൽക്കുകയാണ്. പിന്നെ നോക്കുമ്പോൾ ഇല്ല. ഹീറോയിന് ഭയം കൂടി വരികയാണ്. പിന്നെ ഹീറോയിൻ്റെ പുറകിൽ ജനാലയിലൊരു പ്രേതം നിൽക്കുന്നു. അതൊന്നൊന്നുമില്ല എന്ന് വിചാരിച്ച് ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയിൻ്റെ ഷാളിൻ്റെ അകത്ത് ഒരു പ്രേതം കടന്നു വരുന്നു. അപ്പോൾ തന്നെ ഹീറോയിൻ പേടിച്ച് നിലവിളിച്ച് ആ വീട്ടിൽ നിന്ന് എല്ലാവരെയും വിളിച്ച് അടുത്തുള്ള ഉസ്താദിൻ്റെ വീട്ടിലേക്ക് ഓടിപ്പോകുന്നു. ഉസ്താദ് അപ്പോൾ നിങ്ങളൊന്നും പേടിക്കണ്ട, അതൊക്കെ പോയിക്കോളൂ, ഞാനെല്ലാം നോക്കിക്കോളാം എന്ന് പറയുന്നു. അതിനുശേഷം പിറ്റേ ദിവസം നേരം വിളിക്കുന്നു. ഹീറോയിനും ഹീറോയിൻ്റെ അനുജൻ ടോണിയും പിന്നെ ഉസ്താദിൻ്റെ മകന് ചേർന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ കോൾ വരുന്നു. ഫോണിൽ സംസാരിച്ച ശേഷം ഉസ്താദിൻ്റെ മകൻ പറയുന്നു, എനിക്കൊരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്, ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുന്നു. ഫോൺ വിളിച്ചത് ബോഗിമാനാണ്. ബോഗിമാനെ അവൻ പോയി കാണുന്നു. അപ്പോൾ ബോഗിമാൻ ഉസ്താദിൻ്റെ മകൻ്റെ കയ്യിൽ ഒരു ലെറ്റർ കൊടുത്ത ശേഷം ഇത് കൊണ്ടുപോയി ഹീറോയിന് കൊടുക്കാൻ പറയുന്നു. എന്താ ഇതിലുള്ളതെന്ന് എന്നോട് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അതെനിക്ക് പറയാൻ കഴിയില്ല എന്ന് ബോഗിമാൻ പറയുന്നു. അത് പറ്റില്ല, എനിക്കിത് അറിഞ്ഞേ തീരൂ, അവരെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കുന്നത് എന്ന് ഉസ്താദിൻ്റെ മകൻ പറയുമ്പോൾ അവിടെ ഒരു റേഡിയോ ഉണ്ടാകും. ആ റേഡിയോയിൽ സൗണ്ട് അധികം വെച്ച ശേഷം അവൻ്റെ ചെവിയിൽ ബോഗിമാൻ പറഞ്ഞു കൊടുക്കുന്നു. അത് കഴിഞ്ഞ് അവിടുന്ന് ബൈക്കിൽ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബൈക്കിൽ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഏതോ ചെകുത്താൻ അവൻ്റെ ബൈക്കിൻ്റെ മുമ്പിൽ ചാടുന്നു. അവനത് കണ്ട് ബൈക്കിൻ്റെ നിയന്ത്രണം വിട്ട് തെന്നി റോഡിലേക്ക് വീഴുകയാണ്. അപ്പോൾ തന്നെ ഏതോ ട്രക്ക് അവൻ്റെ ദേഹത്തേക്ക് കയറി ഉസ്താദിൻ്റെ മകൻ മരിക്കുന്നു. അതിനുശേഷം അവിടുന്ന് അവൻ്റെ ബോഡി എടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. ഉസ്താദ് തൻ്റെ മകൻ മരിച്ചത് കണ്ട് വാവിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. അവൻ്റെ ബോഡി എടുത്ത് കൊണ്ടുപോകുമ്പോൾ ബോഗിമാൻ കൊടുത്ത ലെറ്റർ നിലത്തേക്ക് വീഴുന്നു. ഹീറോയിൻ അത് കണ്ട് ആ ലെറ്റർ എടുത്ത് വയ്ക്കുന്നു. അതിനുശേഷം അവൻ്റെ ബോഡിയെല്ലാം മറവ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് നൈറ്റ് ആകുന്നു. ഹീറോയിൻ അവിടെയുള്ള ടേബിളിൽ തലവെച്ച് കിടന്നുറങ്ങുകയാണ്. അപ്പോൾ ജനാലകൾ തമ്മിൽ പടപട അടിച്ചുകൊണ്ടിരിക്കുന്നു. അതേസമയം പുറത്താരം നിൽക്കുന്ന പോലെ ഹീറോയിൻ കാണുന്നു. പിന്നെ നോക്കുമ്പോൾ കാണുന്നില്ല. തോന്നിയതാകും എന്ന് കരുതി ഹീറോയിൻ ജനാലകൾ അടയ്ക്കാൻ കൈകൾ പുറത്തേക്ക് ഇട്ട സമയം തന്നെ ഹീറോയിൻ്റെ കയ്യിൽ ആരോ പിടിച്ച് പുറത്തേക്ക് വലിക്കുകയാണ്. ഹീറോയിൻ അപ്പോൾ പേടിച്ച് നിലവിളിക്കുന്നു. അപ്പോൾ തന്നെ ഹീറോയിൻ്റെ അനുജന്മാരെല്ലാം ഓടി വന്ന് ഹീറോയിനെ രക്ഷിക്കുകയാണ്. രക്ഷിച്ചു കഴിഞ്ഞ് നോക്കുമ്പോൾ ഇവരുടെ വീടിൻ്റെ മെയിൻ ഡോർ ആരോ തുറക്കുന്നു. പേടിച്ച് നോക്കുമ്പോൾ വാതിൽ തുറന്ന് അവരുടെ അച്ഛനായിരുന്നു. എന്താ ഇവിടെ നടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ നടന്ന കാര്യങ്ങളെല്ലാം പറയുകയാണ്. അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഹീറോയിൻ്റെ അച്ഛൻ പിള്ളേരെ എല്ലാം തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. വീട്ടിലേക്ക് പോയതിന് ശേഷം അന്ന് എന്ത് കാര്യമാണ് അച്ഛൻ അമ്മയുടെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് അച്ഛൻ പറയുന്നു. അപ്പോൾ നടന്ന വിഷയവും ബോഗിമാനെ കണ്ട കാര്യമെല്ലാം പറയുമ്പോൾ ശരിയാണ്, ഞങ്ങൾ അങ്ങനെ ചെയ്തിരുന്നു, സാത്താൻ്റെ വാക്കുകൾ ഞങ്ങൾക്ക് കേൾക്കേണ്ടി വന്നു എന്ന് ഹീറോയിനോട് അച്ഛൻ പറയുന്നു. അതേസമയം ഹീറോയിൻ്റെ അനുജൻ ടോണി ഇളയ അനുജനെ ബാത്റൂമിൽ കൊണ്ടുപോയിരുന്നു. എന്നിട്ട് അവൻ പുറത്ത് നിൽക്കുമ്പോൾ പെട്ടെന്ന് ആ കഥ കടയുന്നു. അവനപ്പോൾ തന്നെ നെട്ടിത്തെരിച്ച് വാതിൽ തള്ളി നോക്കുന്നുണ്ട്. പക്ഷേ തുറക്കാൻ പറ്റുന്നില്ല. അച്ഛാ, എല്ലാവരും ഇവിടെ വാ എന്നവൻ നിലവിളിച്ചു പറയുന്നു. എല്ലാവരും അവിടെ വന്ന്
അച്ഛൻ ആ വാതിൽ ചവിട്ടി തുറക്കുന്ന സമയം തന്നെ ആ പയ്യനെ ആരും എടുത്ത് കിണറ്റിൻ്റെ ഉള്ളിലേക്ക് ചാടുന്ന പോലെ കാണുന്നു. അപ്പോൾ തന്നെ അച്ഛൻ ഒട്ടും ആലോചിക്കാതെ ആ കിണറ്റിലേക്ക് ചാടി ആ പയ്യനെ രക്ഷിക്കുകയാണ്. അതേസമയം മുകളിലുള്ള എല്ലാവരും കയറെല്ലാം വിട്ടുകൊടുത്ത് മുകളിലേക്ക് കയറ്റുന്നു. അപ്പോൾ ആ കിണറ്റിൽ ഒരു പ്രേതമുണ്ടായിരുന്നു. അത് പതിയെ വെള്ളത്തിൽ നിന്ന് എണീറ്റ് വരുന്നു. പക്ഷെ അദ്ദേഹം ആ പയ്യനെ രക്ഷിച്ച് പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ അവിടെ കുറേ ആളുകൾ കുട പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇവരെല്ലാം ആരെന്നാൽ ആ സാത്താൻ്റെ ആളുകളാണ്. ഇവരുടെ കയ്യിലാണ് ആ കുട്ടിയെ കൊടുക്കേണ്ടത്. അതിനുവേണ്ടിയാണ് അവർ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ആരും പുറത്തേക്ക് പോകരുത്, നൈറ്റിൽ മാത്രമേ അവർ വരികയുള്ളൂ എന്ന് അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടെയുള്ള സാധനങ്ങളെല്ലാം പറക്കുകയാണ്. മുത്തശ്ശിയുടെ വീൽ ചെയറും അവിടെയുള്ള ടേബിളെല്ലാം ഇവരുടെ ദേഹത്തേക്കെല്ലാം വരുന്നു. അപ്പോൾ ഹീറോയിനും ടോണിയും അവരുടെ അച്ഛനും ഇവർ 3 പേരും ഒരു റൂമിൻ്റെ അകത്തായി കതകിൻ്റെ ലോക്ക് ഓട്ടോമാറ്റിക്കലി ലോക്കാവുന്നു. ആ സംസാരശേഷിയില്ലാത്ത ഇളയ അനുജൻ കാറ്റടിച്ച് ആരോ വലിച്ചുകൊണ്ട് പോകുന്നു. അവനപ്പോൾ ഒരു സ്ഥലത്ത് പിടിച്ച് തൂങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ രണ്ടാമത്തെ അനുജൻ ഇത് കണ്ട് പേടിച്ച് ഒരു മൂലയിലിരിക്കുന്നു. അപ്പോൾ അവൻ ഇങ്ങനെ ഇരുന്ന് ശരിയാകില്ല എന്ന് വിചാരിച്ച് അവൻ്റെ അനുജൻ്റെ കയ്യിൽ പിടിച്ച് വലിച്ച് രക്ഷിക്കുകയാണ്. അപ്പോൾ എല്ലാം ശാന്തമാകുന്നു. പുറത്ത് നിന്നവരെല്ലാം തിരിച്ചു പോവുകയാണ്. അപ്പോൾ കതകും ഓട്ടോമാറ്റിക്കലി തുറക്കുന്നു. അവർ പുറത്തു വന്ന് ഇവിടെ ഇത്തരം പ്രശ്നങ്ങളുണ്ടായിരുന്നോ, നാളെ തന്നെ നമുക്ക് ഇവിടുന്ന് സിറ്റിയിലേക്ക് പോകണം, ഞാനൊരു വണ്ടി വരാൻ പറയാം എന്ന് അച്ഛൻ പറയുന്നു. അതേസമയം ഹീറോയിനോടും ടോണിയോടും നാളെയാണ് ഇളയ അനുജൻ്റെ 7ാമത്തെ പിറന്നാൾ, നമ്മൾ സെലിബ്രേറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് പോകാം എന്ന് അച്ഛൻ പറയുകയാണ്. അത് കഴിഞ്ഞ് എല്ലാം പാക്ക് ചെയ്തു വെച്ച ശേഷം വണ്ടി വരാൻ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അടുത്ത വീട്ടിൽ ഉസ്താദ് വരുന്നു. മകനില്ലാതെ വീട്ടിൽ തനിച്ച് കഴിയുന്നതിൽ എൻ്റെ മനസ്സിലൊരു വിഷമമാണ്. നിങ്ങളാണെങ്കിൽ ഇവിടുന്ന് പോകാൻ കൂടി പോകുന്നു. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഇന്നൊരു ദിവസം നിങ്ങളുടെ കൂടെ ഞാൻ താമസിച്ചോട്ടെ എന്ന് ഉസ്താദ് ചോദിക്കുമ്പോൾ അതിനെന്താ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ താമസിക്കാം എന്ന് അച്ഛൻ പറയുന്നു. എന്നിട്ട് എല്ലാവരും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കറണ്ട് പോകുന്നു. കറണ്ട് പോയ ശേഷം ഹീറോയിൻ പറയുന്നു, ഇനി എന്തായാലും കാർ വരാൻ പോകുന്നില്ല, ഞാൻ പോയി കിടക്കാൻ പോവുകയാണ്. ഒരു വിളക്ക് കത്തിച്ച് വെച്ച ശേഷം ഹീറോയിൻ കിടക്കാൻ പോവുകയാണ്. ഉസ്താദ് മാത്രം ഹാളിൽ കിടക്കുന്നു. ആ സീൻ അവിടെ കട്ടായി ഹീറോയിനെ കാണിക്കുന്നു. അങ്ങനെ കിടക്കുമ്പോൾ ഉസ്താദിൻ്റെ മകൻ്റെ കയ്യിൽ നിന്ന് ഒരു ലെറ്റർ കിട്ടിയത് എന്താണെന്ന് നോക്കിയില്ലോ എന്ന് ഹീറോയിൻ ഇപ്പോഴാണ് ഓർക്കുന്നത്. എന്നിട്ട് ആ ലെറ്റർ എടുത്ത് നോക്കുമ്പോൾ ബോഗിമാനാണ് ലെറ്റർ എഴുതിയിരിക്കുന്നത്. അതിലെന്താണ് ഉള്ളതെന്നാൽ ആ ബുക്കിൽ ആദ്യം കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതിലൊരു ചെറിയ കറക്ഷൻ ഉണ്ടായിരുന്നു. അതാണ് ആ ലെറ്ററായിട്ട് ചെയ്തിട്ടുള്ളത്. എന്തെന്നാൽ സാത്താനെ പൂജിക്കുന്ന കുടുംബത്തിന് സാത്താൻ മൂലമാണ് കുട്ടികളുണ്ടാകുക എന്നാണ് ബുക്കിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. എന്നാൽ അത് അങ്ങനെയല്ല. സാത്താനെ പൂജിക്കുന്ന കുടുംബത്തിന് അവസാനമുണ്ടാവുന്ന കുട്ടിയാണ് സാത്താൻ മൂലമുണ്ടാവുന്ന കുട്ടി. ആ കുട്ടിയെയാണ് 7ാമത്തെ വയസ്സ് തികയുന്നതെന്ന് സാത്താന് സൊമാൻസാലെ കൊടുക്കേണ്ടതെന്ന്. ഈ വിഷയം ഹീറോയിൻ ടോണിയുടെ അടുത്ത് പോയി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കതകിൻ്റെ അടുത്ത് കൂടി ആരും നടന്നു പോകുന്ന പോലെ തോന്നുന്നു. ഇവർ ചെന്ന് കതക് തുറന്നു നോക്കുമ്പോൾ അവരുടെ അമ്മയാണ് നടന്നു പോകുന്നത്. അമ്മ എങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ വന്നതെന്ന് പറഞ്ഞ് ഇവർക്ക് പേടിയാകുകയാണ്. ആ സീനോടെ കട്ടായി ഹീറോയിൻ്റെ അച്ഛനെയാണ് കാണിക്കുന്നത്. അച്ഛൻ കട്ടിൽ കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ കട്ടിലിൻ്റെ അടുത്ത് ഇദ്ദേഹത്തിൻ്റെ വൈഫ് കിടക്കുന്നു. അപ്പോൾ തന്നെ അച്ഛൻ അത് കണ്ട് പേടിച്ച് കുട്ടികളെല്ലാം കൂട്ടി പുറത്തേക്ക് ഓടുകയാണ്. എന്നിട്ട് താഴെ വന്ന് നോക്കുമ്പോൾ ഉസ്താദിൻ്റെ കഴുത്തറുത്ത് ആരോ കൊന്നിരിക്കുന്നു. ഉസ്താദ് ചോരയിൽ കിടന്ന് പുളയുകയാണ്. അത് കണ്ട് ഇവരെല്ലാം ഒരു റൂമിലേക്ക് പോയി ഒളിച്ചിരിക്കുന്നു. ആ ഇളയ അനുജനെ മാത്രം കാണുന്നില്ല. അവർ ആ ഇളയ അനുജനെ അന്വേഷിക്കുമ്പോൾ ഇവരുടെ മരിച്ചുപോയി പ്രേതമായിട്ട് വന്നിട്ടുള്ള അമ്മ ആ കുട്ടിയെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഇവർക്കത് കണ്ടുകൊണ്ടിരിക്കുകയല്ലാതെ വേറൊന്നും ചെയ്യാനും പറ്റുന്നില്ല. എന്നിട്ട് ഇവർ പുറത്തു പോയി നോക്കുമ്പോൾ അവിടെ കുറേ പ്രേതങ്ങൾ നിൽക്കുന്നുണ്ട്. അതെല്ലാം സാത്താൻ്റെ ആളുകളാണ്. ആ കൂട്ടത്തിൽ ഹീറോയിൻ്റെ അമ്മയും ആ ഇളയ അനുജനും നിൽക്കുന്നുണ്ട്. എന്നിട്ട് ആ സംസാരശേഷിയില്ലാത്ത കുട്ടി അച്ഛനെ നോക്കി, അച്ഛൻ ഞാൻ പോവുകയാണ്, ബൈ ബൈ എന്ന് പറയുന്നു. ഇവരെ കൊണ്ടൊന്നും ചെയ്യാനും പറ്റുന്നില്ല. അതേസമയം ബാക്കിയുള്ള പ്രേതങ്ങളെല്ലാം ഇവരെ ഓടിക്കുന്നു. അച്ഛൻ അപ്പോൾ കുട്ടികളെല്ലാം കൂട്ടിക്കൊണ്ട് അകത്തേക്ക് ഓടുകയാണ്. അതേസമയം മരിച്ചുപോയ മുത്തശ്ശിയുടെ പ്രേതം ബാക്കിയുള്ള പ്രേതങ്ങളെല്ലാം തടഞ്ഞു നിർത്തുന്നു. ഇവരപ്പോൾ പുറത്തേക്ക് വിടുമ്പോൾ ആ ബോഗിമാൻ അവിടെ കാർ കൊണ്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ അവരെല്ലാം ആ കാറിൽ കയറുന്നു. പെട്ടെന്ന് കാർ ഓടിച്ചു കൊണ്ടുപോകുമ്പോൾ പ്രേതങ്ങളെല്ലാം പുറകെ വരുന്നത് കാണിച്ച് ആ സീൻ അവിടെ കട്ടാകുന്നു. അത് കഴിഞ്ഞ് 1 വർഷത്തിന് ശേഷം എന്ന് പറഞ്ഞൊരു അപ്പാർട്ട്മെൻറ്റ് കാണിക്കുന്നു. അപ്പോൾ ഒരു ലേഡി കതക് തട്ടുന്നു. തുറക്കുന്നത് നമ്മുടെ ഹീറോയിനാണ്. ആ ലേഡി എൻ്റെ വീട്ടിൽ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയതാണ് എന്ന് പറഞ്ഞ് ഒരു പാത്രം കൊടുക്കുന്നു. അപ്പോൾ ഹീറോയിൻ വളരെ നന്ദി എന്ന് പറഞ്ഞ് അത് എടുത്തു വയ്ക്കുന്നു. ഇപ്പോൾ വന്ന ലേഡിയുടെ അപ്പാർട്ട്മെൻറ്റ് കാണിക്കുമ്പോൾ അവിടെ അവരുടെ ഹസ്ബൻഡും ഉണ്ട്. അവരും സാത്താനെ പൂജിക്കുന്ന ആളായിട്ട് കാണിച്ച് ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ല ഇതുപോലെയുള്ള വീഡിയോകൾ ലഭിക്കാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.